ടൈറ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഒന്നുമില്ലാതെ നമ്മളൊന്ന് അവരെ കട്ട് ചെയ്ത് തന്നെ ക്ലിയർ ചെയ്ത് കാലുകൂടി സുരക്ഷിതമായിട്ട് എടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. തിരക്ക് പിടിക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. ഇപ്പോൾ ഇറ്റാച്ച് കൂടി കൊണ്ടുവന്ന് വണ്ടി കൂടി വെച്ച് ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ലാസ്റ്റ് ടൈം നോക്കാം. ആ വണ്ടി വന്നൊരു നമ്മൾ കട്ട് ചെയ്യും തോറും പൊട്ടിക്കും തോറും വാർക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സേഫ്റ്റി അതിനുള്ള ആളുകളിൽ നിന്ന് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇറ്റാച്ച് നോക്കിയിട്ട് ഒരു പിടുത്തത്തിന് ഒരു സേഫ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് തന്നെ എടുക്കുകയാണ് ഗുണകരം. കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്. മെഡിക്കൽ ടീം ഇപ്പോൾ പറഞ്ഞല്ലോ ആളും ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കാലിലേക്ക് വന്ന് ബീം ടൈറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുക്കാൽ ഭാഗം കട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു 15-20% കട്ട് ചെയ്താൽ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ചേച്ചി തിരിച്ചു കിട്ടും. റിസ്ക് എടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഒരു അരമണിക്കൂറോളം എന്തായാലും നമുക്ക് വെച്ച സമയം എടുത്താലും ആളെ വളരെ സേഫ്റ്റി ആയിട്ട് റിക്കവർ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 140 കൊണ്ടുവന്ന് അതിനൊരു പിടുത്തം ഊന്ന് കൊടുത്താൽ അല്ലെങ്കിൽ ഇരുന്നിരുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടിയൊന്നും സേഫ്റ്റി അല്ല. ഇപ്പോൾ വെക്കുന്ന തെങ്ങിൻ്റെ മുട്ടിയാണെങ്കിലും ഒന്നും സേഫ്റ്റി അല്ല. അപ്പോൾ അത് ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ആളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിന് ചെറിയൊന്ന് പിടുത്തം കൊടുത്തുകൊണ്ട് ആ ഇരുത്തം കുറയ്ക്കുക, പതുക്കെ റിക്കവർ ചെയ്തെടുക്കുക. 25% കട്ട് ചെയ്താൽ ആ കാല് നമുക്ക് പതുക്കെ ഊരിയെടുക്കാൻ പറ്റും. നമുക്ക് പതുക്കെ സമാധാനത്തോടു കൂടി റിക്കവർ ചെയ്യാം. കാലിൽ പൂർണ്ണമായിട്ടും ഭീമിരിക്കുകയാണ്. അതാണ് നമുക്ക് വലിയ പ്രതിസന്ധി. ഇപ്പോൾ പൊട്ടിച്ച് നമ്മൾ 3-3.5-4 മണിക്കൂറായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പൊട്ടിച്ച് പതുക്കെ മാറ്റാൻ കഴിയുള്ളൂ. ഓക്കെ. നിലവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പറഞ്ഞത്. അതായത് ഒരു ബീം അങ്ങനെ തന്നെ കാലിലിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് പൂർണ്ണമായിട്ട് അവിടുന്ന് മാറ്റുക എന്ന് പറയുന്നത് കുറേ റിസ്ക് എലമെൻറ്റ്സ് കൂടി ഇരിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് നിലവിൽ മറ്റൊരു ദൗത്യം എന്ന രീതിയിൽ കുറച്ചൊരു വലിയൊരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് ഉപയോഗിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം അകത്ത് ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ അടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ ജീവനെ തന്നെ ബാധിക്കുന്ന രീതിയിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ദൗത്യത്തിന് കൂടുതൽ സുരക്ഷാ സംവിധാനം ഒരുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.